കേരള ടു ലഡാക്ക് ഈ ഒരു ട്രിപ്പ് ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ ഇങ്ങനൊരു സിറ്റുവേഷൻ ഞങ്ങൾ മനസ്സിൽ കണ്ടിരുന്നു. പക്ഷെ മനസ്സുകൊണ്ട് ഒരിക്കലും ഇങ്ങനൊരു സിറ്റുവേഷൻ വരരുതേ എന്നായിരുന്നു പ്രാർത്ഥന. പക്ഷെ വരാനുള്ള വള്ളി ഏത് ഓട്ടോ പിടിച്ചായാലും വരുമല്ലോ. ഞങ്ങൾക്ക് വന്നത് മികില കേറിയാണെന്ന് മാത്രം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ബ്രേക്ക് ഡൗൺ ആയ ഇന്റർസെപ്റ്ററും എക്സ്പൾസും ഇമ്പൾസും നേരെ ലേയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇന്നലെ തന്നെ നമ്മൾ വണ്ടിയെല്ലാം ലോഡ് ചെയ്ത് വെച്ചിരുന്നതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് റൈഡ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഒഫീഷ്യലി ഹാൻലിയോട് ബായ് പറയാണ്. അതിനു മുന്നേ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. 5 ബൈക്കിൽ 3 ബൈക്കും ബ്രേക്ക് ഡൗൺ ആയപ്പോൾ ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം എല്ലാവരുടെയും മുന്നിലുണ്ടായിരുന്നു. എൻ്റെ മുന്നിലും ആ ഒരു ചോദ്യം വന്നിരുന്നു. കേടായ ബൈക്കുമായി ഇനി ലഡാക്ക് ഇറങ്ങാൻ പറ്റില്ല എന്ന് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയാം. കേടായ ബൈക്കുകൾ എങ്ങനെയും ലേ എത്തിക്കുക, അവിടെ നിന്ന് ഏതെങ്കിലും ഏജൻസിയെ കണ്ട് വണ്ടി റാപ്പ് ചെയ്തതിന് ശേഷം കൊറിയർ ത്രൂ വണ്ടി വീട്ടിലെത്തിക്കുക, അടുത്ത ഫ്ലൈറ്റിൽ തന്നെ കയറി വീടെത്തുക. ഇതായിരുന്നു എല്ലാവരുടെയും പ്ലാൻ. പക്ഷെ എന്നെ ഇത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നിരാശ മാത്രം നൽകി ഈ തോൽവി ഏറ്റുവാങ്ങാൻ എന്നെ മനസ്സ് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരെ ഒന്ന് ലേ എത്തിച്ച് ഇവരെ സെറ്റിൽ ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ സോളോ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യും. അതെ ഗൈസ്, ഞാൻ എപ്പിസോഡ് 1 നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞ പോലെ തന്നെ അപ്പ് ആൻഡ് ഡൗൺ ബൈക്കിലായിരിക്കും നമ്മുടെ ട്രിപ്പ് ഫിനിഷ് ചെയ്യാൻ പോകുന്നത്. തുടങ്ങിയത് 4 റൈഡേഴ്സ്, കണ്ടിന്യൂ ചെയ്തത് 5 റൈഡേഴ്സ്, ഇനിയിപ്പോൾ ഫിനിഷ് ചെയ്യാൻ പോകുന്നത് സോളോ ആയിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ലേ മുതൽ ഇനി സോളോ ആണ്. മനസ്സിൽ ചെറിയ വിഷമത്തോടു കൂടിയാണ് ഹാൻലി വിടുന്നത്. പ്രതീക്ഷിച്ചതൊന്നും നടന്നില്ലെങ്കിലും പ്രതീക്ഷിക്കാത്തതെല്ലാം നടന്നിരിക്കുന്നു. പക്ഷെ ഗൈസ്, ഞാൻ മനസ്സിലൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. നമ്മൾ ഇനിയും വരും. മികില കയറും, ഹാൻലി ഫുള്ള് കറങ്ങും, ലഡാക്ക് ഫുള്ള് കറങ്ങും, എല്ലാവരുടെയും എക്സ്പ്ലോർ ചെയ്ത് ഈച്ച് ആൻഡ് എവരി ഇഞ്ചസ് നമ്മൾ ലഡാക്ക് എക്സ്പ്ലോർ ചെയ്തിട്ട് അന്ന് മടങ്ങത്തുള്ളൂ. അതിനനുസരിച്ചുള്ള പ്ലാനുമായിട്ട് ഞാൻ വീണ്ടും വരും. പക്ഷേ അതിനി എപ്പോ എന്നുള്ളൊരു ചോദ്യം നിങ്ങളെല്ലാവരും എൻ്റെ മുന്നിലേക്ക് വെക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ അത് എപ്പോന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. എന്തായാലും ഒരു 1 ഇയർ അല്ലെങ്കിൽ 2 ഇയർ ഗ്യാപ്പിൽ നമ്മൾ എന്തായാലും തിരിച്ചു വരും. ഹാൻലിയിൽ നിന്ന് ലേ പോകുന്ന വഴി തന്നെയാണ് നമ്മുടെ മികിലയുടെ റോഡ് ഇരിക്കുന്നത്. ആ റോഡ് ക്രോസ് ചെയ്ത് വേണം നമുക്ക് പോവാൻ. മറക്കില്ല മുത്തേ. മികില റോഡ് കണ്ട ഉടനെ ആ ഓർമ്മകൾ മനസ്സിലൊന്ന് മിന്നിമാഞ്ഞു പോയി. ഒരു പിടി മറക്കാനാവാത്ത ഓർമ്മകളാണ് മികില നമുക്ക് സമ്മാനിച്ചത്. നമ്മൾ ഫെയിൽ ആയെങ്കിലും ആസ് എ റൈഡർ നമ്മൾ അതെല്ലാം അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. നമ്മൾ റൈഡ് സോളോ ആയിട്ട് ഫിനിഷ് ചെയ്യുന്നുള്ള കാര്യത്തിൽ തീരുമാനമായെങ്കിലും ഇവരെ സെറ്റിൽ ചെയ്തതിന് ശേഷം ലേയിൽ നിന്ന് ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുന്നിൽ ബാക്കിയുണ്ട്. അതിനുള്ള ഉത്തരം എനിക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. എന്തായാലും ലേയിൽ ചെന്ന് ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കാം. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളെല്ലാവർക്കും 1000 നന്ദി. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. യോ ഗായ്സ്, അത് നമ്മുടെ 3 വണ്ടികളും ഒരു പിക്കപ്പിൽ കയറ്റി ഇനിയിപ്പോൾ ലേ എത്തണം. ലേ എത്തിയിട്ട് ഇതിനകത്തുനിന്ന് ഇമ്പൾസ് ശരിയാക്കാൻ പറ്റുമെന്ന് വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞിരുന്നു. ബാക്കി 2ഉം സെറ്റാവില്ല. സോ നമ്മൾ ലേന്ന് 2 വണ്ടിയും നാട്ടിലേക്ക് സേഫ് എക്സ്പ്രസ്സിൽ കയറ്റി വിടും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ട്രിപ്പ് അഗൈൻ സോളോ ആവുകയാണ്. സോ എൻ്റെ ടീം പോവുകയാണ്. 5 പേരിൽ 4 പേരും പോവുകയാണ്. നമ്മൾ എന്താ പറയുക, നമ്മളിതിൽ ലേന്ന് വണ്ടി കയറ്റി വിട്ടതിന് ശേഷം മണാലി ഇറങ്ങാൻ പറ്റുവാണെങ്കിൽ നമ്മൾ ഇറങ്ങും. നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ മികില കയറിയ ക്ഷീണമാണ് ഈ കാണുന്നത്. സോ നിങ്ങൾ വരുന്നവരുണ്ടെങ്കിൽ റോഡ് കംപ്ലീറ്റ് ആയതിന് ശേഷം മാത്രം മികില കയറിയാൽ മതി. നടക്കില്ല. ഞങ്ങൾ ഓൾമോസ്റ്റ് എത്തി, 90% എത്തി ഞാൻ. പക്ഷേ എന്താ പറയുക, 3 വണ്ടി ഒരുപോലെ ഫെയിലായി. ഡൊമിനാർ മാത്രം പവർ ലോസ് ആയിട്ട് ഒരുപാട് താഴെ തന്നെ നിന്നു. അതുകൊണ്ട് ഡൊമിനാറിൻ്റെ ക്ലച്ച് പോയില്ല. ലാസ്റ്റ് വരെ എത്തിയതും ഇന്റർസെപ്റ്ററും ഞാനും ഒരു പകുതി ഒരു ഓൾമോസ്റ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെയും പവർ ലോസ് ആയി. നമ്മൾ ടീം പവർ ലോസ് ആയിട്ട് നിന്നു.
അതുകൊണ്ട് ഇന്നത്തെ ഇന്റർസെപ്റ്ററാണ് മുകളിലോട്ട് കയറിയത്. സോ പറഞ്ഞു വെച്ച പോലെ ആദ്യം പവർ ലോസ് ആയിട്ട് ഡൊമിനോർ നിന്നു, പിന്നെ ഇമ്പൾസ് ക്ലച്ച് പോയിട്ട് നിന്നു, അടുത്ത എക്സ്പൾസ് ക്ലച്ച് പോയിട്ട് നിന്നു. നമ്മൾ ക്ലച്ച് പോയില്ല, പവർ ലോസ് ആയിട്ട് ഞാൻ ഒരുപാട് ട്രൈ ചെയ്ത് പുഷ് ചെയ്ത് എടുക്കാൻ നോക്കി, ജമ്പ് ചെയ്ത് എടുപ്പിക്കാനൊക്കെ നോക്കി, പക്ഷെ നടന്നില്ല. സോ ഞാൻ ശ്രമം ഉപയോഗിച്ച് നടന്നു കയറാനുള്ള തീരുമാനത്തിൽ നടന്നു കയറി. ഇന്റർസെപ്റ്റർ അപ്പോഴും കയറുന്നുണ്ടായിരുന്നു. കുറച്ചുകൂടെ ഒരു ഏകദേശം ഒരു 800-1000 ഫീറ്റ് അടുത്തായപ്പോൾ ഇന്റർസെപ്റ്ററിൻ്റെ ക്ലച്ച് ഫെയിലായി കേട്ടോ. അപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക. മെയിൻ റോഡ് 2028-ലോ 27-28 ഓപ്പൺ ആവുകയെന്നാണ് ഞങ്ങൾ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. റോഡായതിനു ശേഷം പോയാൽ മതി. പിന്നെ മറ്റുള്ളവർ എങ്ങനെയാണ് പോയതെന്ന് ചോദിച്ചാൽ നോ ഐഡിയ. എന്തായാലും ഈ റോഡ് വഴി പോയിട്ടുണ്ടാവില്ല, ഉറപ്പാണ്. ഈ വഴി പറ്റില്ല. ഇതൊരു എന്താ പറയാ, ഈ റോഡ് നമുക്ക് ഞാൻ ഒരു റീലിൽ കണ്ടായിരുന്നു 135 cc വണ്ടി കയറ്റിയിട്ട്. 135 cc ഈ റോഡിൽ കൂടെ കയറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അത് പോസിബിൾ അല്ല, എൻ്റയർ പോസിബിൾ അല്ല. നമ്മുടെ വണ്ടി വെച്ചിട്ട് പുഷ് ചെയ്തിട്ട് പോലും കയറിയില്ല 135. പിന്നെ എങ്ങനെ കയറിയെന്ന് എനിക്ക് അറിയില്ല. ഇത് കയറിയിട്ടുണ്ടെങ്കിൽ വലിയ നല്ല കാര്യം. ഇതിപ്പോൾ ഏത് വഴിയാണ് കയറിയെന്ന് പുള്ളിയോട് തന്നെ ചോദിക്കാം. ഞാൻ റീല് കണ്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കേരളത്തിലെ ആദ്യത്തെ എന്താ പറയുക, മീൻസ് റൈഡേഴ്സ് ആവാൻ നിന്നാണ് നിഖില ടോപ്പിൽ കയറിയിട്ട്. പക്ഷേ ഫെയിലായി. ആസ് എ റൈഡർ ഞങ്ങൾ അതിൻ്റെ എന്താ പറയുക 90% നമ്മൾ ക്ലൈംബ് ചെയ്തു. നമ്മൾ ക്ലൈംബ് ചെയ്തു. പിന്നെ ബാക്കിയുള്ള 10% വെരി ഡിഫിക്കൽട്ടായിരുന്നു. ഓക്സിജൻ ഇല്ല, വെള്ളമില്ല. ഇത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഒന്നും ഉണ്ടായിരുന്നില്ല. വെരി ഡിഫിക്കൽട്ടായിരുന്നു. പക്ഷെ ആസ് എ റൈഡർ ഞാൻ ഹാപ്പിയാണ്. ഫെയിലാവുന്നത് എന്താ പറയുക, ഒരു കുറ്റമൊന്നുമല്ല. നമ്മൾ വീണ്ടും ട്രൈ ചെയ്യും. ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് വീണ്ടും ട്രൈ ചെയ്യാം. നമ്മൾ 2 വട്ടം ട്രൈ ചെയ്തു, ഫെയിലാണ് ആയത്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ വീണ്ടും ട്രൈ ചെയ്യാനുള്ള ഒരു കണ്ടീഷൻ അല്ല ഇത്. കാരണം 5-ലെ 3 വണ്ടിയും ഫെയിലായിരിക്കുകയാണ്. സോ എന്താ പറയുക, അപ്പോൾ 5-ലെ 3 വണ്ടിയും ഫെയിലായതുകൊണ്ട് നടക്കില്ല. സോ നമ്മൾ എന്താ പറയുക, ഇനിയിപ്പോൾ നേരെ ലേയിൽ പോകുന്നു. ലേയിൽ പോയിട്ട് വണ്ടി സേഫ് എക്സ്പ്രസ്സിൽ ഇന്ന് നടക്കുമോയെന്ന് എനിക്കറിയില്ല. മേ ബി നാളെ ആയിരിക്കും. നാളെ സേഫ് എക്സ്പ്രസ്സിൽ വണ്ടി കയറ്റിയതിന് ശേഷം ഇവർ ലേയിൽ തന്നെ ഫ്ലൈറ്റ് എടുത്തിട്ട് നാട്ടിൽ പോവും. നമ്മൾ വീണ്ടും സോളോ ആവുകയാണ്. സോ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ നോക്കിയാൽ അറിയാൻ പറ്റും. ഇതാണ് എൻ്റെ ആദ്യത്തെ ഗ്രൂപ്പ് റൈഡ്. സോ വീണ്ടും നമ്മൾ ഗ്രൂപ്പ് റൈഡിൽ നിന്ന് മാറി വീണ്ടും സോളോ ആവുകയാണ്. ഞാൻ ആദ്യം സേഫ് എക്സ്പ്രസ് കയറ്റാമെന്ന് വിചാരിച്ചു, പക്ഷേ പ്ലീസ് ഓക്കെ. സോ നമുക്ക് നേരെ തിരിച്ചിറങ്ങിയിട്ട് ഒന്നില്ലെങ്കിൽ മണാലി ഇറങ്ങണം, അല്ലാന്നുണ്ടെങ്കിൽ തിരിച്ച് ശ്രീനഗർ വഴി തന്നെ ഇറങ്ങണം. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കി എന്താണെന്ന് വെച്ചാൽ ലേയിൽ പോയിട്ട് നമുക്ക് നോക്കാം. ഹാനിലേക്ക് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ ആകാശ നിരീക്ഷണ കേന്ദ്രങ്ങൾ വളരെ കൂടുതലാണ്. ഹാൻലേയിലാണ് ഏറ്റവും ഡാർക്കസ്റ്റ് ആയിട്ടുള്ള സ്ഥലം എന്നൊക്കെയാണ് പറയുന്നത്. ന്യൂമ, ഹാൻലെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലങ്ങളിൽ ഒന്നാണ് ഇത് ആർമിയുടെ അണ്ടറിലാണ്. നമുക്ക് അങ്ങനെ പെട്ടെന്നൊന്നും പോയി ഇവിടെ സന്ദർശിക്കാനൊന്നും പറ്റില്ല. പെർമിഷൻ കാര്യങ്ങളൊക്കെ വേണം. ഇവിടുന്ന് ആകാശം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണുമെന്നാണ് പറയുന്നത്. രാത്രിയിൽ കേട്ടോ, കണ്ട് തന്നെ അറിയണം.
ലേയിൽ നിന്നും ഹാൻലി വരുന്ന വഴിക്ക് ഈ കാണുന്ന കാഴ്ചകളെല്ലാം എൻ്റെ 360 ക്യാമറ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ എപ്പിസോഡ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അറിയാം, എൻ്റെ 360 ക്യാമറ കറപ്റ്റായി പോയി എൻ്റെ സകല ഫുട്ടേജും നഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ ഞാൻ തിരിച്ചു പോകുമ്പോൾ ഒന്നുകൂടെ ഭംഗി കൂടിയോ എന്നാണ് എനിക്ക് സംശയം. ഓരോ കാഴ്ചകളും അത്ര മനോഹരമായിരുന്നു. ലഡാക്കിനെ മലനിരകളുടെ രാജ്ഞി എന്ന് എന്തുകൊണ്ടാണ് വിളിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഈ കാഴ്ചകൾ കണ്ടാൽ മനസ്സിലാവും. എന്ത് -ഡിഗ്രി ആണെങ്കിലും ഞാൻ തണുത്തുറയില്ല എന്ന രീതിയിൽ സിന്ധു നദി ഒഴുകുന്നതും നിങ്ങൾക്ക് കാണാം. ഇവിടുത്തെ മലനിരകളെയും മലകളെയും പുഴകളെയും എത്ര വർണ്ണിച്ചാലും മതിവരില്ല. ഇവിടുത്തെ പ്രകൃതിയുടെ ഭംഗി എത്ര കണ്ടാലും കൊതി തീരില്ല. ഇതെല്ലാം വീണ്ടും കാണാനുള്ള ഒരു ആഗ്രഹം വീണ്ടും എൻ്റെ മനസ്സിൽ ഉടലെടുത്തുകൊണ്ടേയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ ആരും മറക്കണ്ട, നമ്മൾ ഇനിയും വരും. ഇനി വരുന്ന സമയത്ത് മഞ്ഞില്ലാത്ത സീസൺ നോക്കി വരാനാണ് എൻ്റെ പ്ലാന്. വേറെ ഒന്നും കൊണ്ടല്ല മക്കളെ, തണുപ്പ് സഹിക്കാൻ പറ്റത്തില്ല. കാണാൻ നല്ല ഭംഗിയാണെങ്കിലും തണുത്തുറയുന്നതിനേക്കാളും നല്ലത് മഴയോ വെയിലോ ആണ്. ഒന്നാമത് നമുക്ക് തണുപ്പ് അത്ര ശീലമില്ല, അത്ര നല്ല നമുക്ക് കേരളത്തിൽ അത്ര തണുപ്പൊന്നും ഫീൽ ചെയ്യാറില്ല. ഇവിടെ വരുന്ന -ഡിഗ്രി തണുപ്പുകൾ ഭയങ്കര കഷ്ടം തന്നെയാണ് അതിജീവിക്കാൻ. പക്ഷെ സാറ്റിസ്ഫാക്ഷൻ എന്ന പോയിന്റിലേക്ക് വരുമ്പോൾ ഇതിനേക്കാൾ വലിയൊരു ഫീല് വേറെ ഒന്നിനുമില്ല. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഈ സിന്ധു നദിയിൽ ഒന്ന് ഇറങ്ങണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോഴും ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പം ഇറങ്ങിയ എന്തായാലും പിന്നെ തിരിച്ചു കയറേണ്ടി വരില്ല. അത്രയും നല്ല തണുപ്പാണ് സംഭവം. വെള്ളം നല്ല ഫോഴ്സായിട്ട് ഒഴുകുന്നതുകൊണ്ടായിരിക്കാം തണുത്ത് ഐസായിട്ട് നിൽക്കാത്തത്. നല്ല തണുപ്പുണ്ട്. ഇറങ്ങിക്കഴിഞ്ഞാൽ ബാക്കി ഞാൻ പറയണ്ടല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ, ഇതിലൂടെയുള്ള റൈഡ് എത്ര മനോഹരമാണെന്ന് എനിക്ക് നിങ്ങളെ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അത് ഫീൽ ചെയ്ത് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് എല്ലാ റൈഡേഴ്സും അവരുടെ ഡ്രീം റൈഡായിട്ട് ലഡാക്ക് ട്രിപ്പ് കാണുന്നതെന്ന് എനിക്ക് മുന്നേ വളരെ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊരു പ്രാവശ്യം ഫീൽ ചെയ്തതിന് ശേഷം എനിക്കത് മനസ്സിലായി. നമ്മൾ വരണ്ടാന്ന് ഇനി മനസ്സിൽ ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇനി എത്ര തന്നെ വണ്ടി കേട് വന്നാലും ശരി, വണ്ടി കയ്യിൽ നിന്ന് പോയാലും ശരി, പൊട്ടിപ്പൊളിഞ്ഞാലും ശരി, നമ്മൾ എങ്ങനെയും പുതിയൊരു വണ്ടി ഉണ്ടാക്കിയിട്ട് ആദ്യത്തെ റൈഡ് ലഡാക്കിലോട്ട് എന്നുള്ള ചിന്ത മാത്രമേ നമുക്ക് വരുള്ളൂ. അതിനെല്ലാം കാരണം ഇങ്ങനെയുള്ള ഒരു കാഴ്ചയാണ്. ഇതിലൊരു ഫീല് അത് എന്താണെന്ന്, അത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ അത് മനസ്സിലാവില്ല. ഒരു പക്ഷെ നിങ്ങൾ എല്ലാവരും ഇത് കണ്ടും അറിഞ്ഞും ഫീൽ ചെയ്തും റൈഡ് ചെയ്യുക അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുക. അപ്പോഴേ ലഡാക്കിനെ പൂർണ്ണമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി എനിക്കൊരു പേഴ്സണൽ ഒപ്പീനിയൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. ഇത് തികച്ചും വ്യക്തിപരമായിട്ട് എൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങൾ ലഡാക്ക് വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും 4 വീലറിൽ വരാതിരിക്കുക. എസ്പെഷ്യലി നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒരിക്കലും 4 വീലറിൽ വരാതിരിക്കുക. ഇതെന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. എന്തുകൊണ്ടെന്നാൽ 4 വീലർ വന്നാലും നമുക്ക് ലഡാക്ക് കാണാം. പക്ഷെ 2 വീലർ തന്നെ വരാൻ ശ്രമിക്കുക. അതിന്റെ മേജർ ഡിഫറൻസ് ഒന്നേ ഉള്ളൂ. 4 വീലറിൽ വന്നാൽ നിങ്ങൾക്ക് ലഡാക്ക് കാണാം, 2 വീലറിൽ വന്നാൽ നിങ്ങൾക്ക് ലഡാക്ക് ഫീൽ ചെയ്യാം. അതാണ് ഇത് രണ്ടിന്റെയും മേജർ ആയിട്ടുള്ള വ്യത്യാസം. അപ്പോൾ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ ആണ്. നിങ്ങൾ കേൾക്കാതിരിക്കാം, അത് നിങ്ങളുടെ ചോയ്സ് ആണ്. പക്ഷെ ഞാൻ ഒരിക്കലും 4 വീലറിൽ ലഡാക്ക് കയറുന്നതിന് റെക്കമെൻഡഡ് അല്ല. പക്ഷെ നിങ്ങൾക്ക് മോർ കംഫർട്ടബിൾ ആണ് വേണ്ടതെങ്കിൽ, കംഫർട്ടബിൾ ആയിട്ടാണ് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യേണ്ടതെങ്കിൽ 4 വീലർ മാത്രം ചൂസ് ചെയ്താൽ മതി. കാരണം 2 വീലറിൽ ബൈക്ക് ട്രിപ്പ് മക്കളെ എക്സ്ട്രീം ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് മിസ്സാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാം നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മോഡ് ഓഫ് ട്രാവൽ ഏതായാലും ലഡാക്ക് വന്ന് നിങ്ങൾ എന്തായാലും ഫീൽ ചെയ്യണം. ഈ കാണുന്ന കാഴ്ചകളെല്ലാം നിങ്ങൾ കാണണം. കണ്ടില്ലെങ്കിൽ വൻ നഷ്ടം എന്നല്ലാതെ ഒരു ട്രാവൽ ഒരു ട്രാവൽ ലവർ എന്ന രീതിയിൽ, ഒരു റൈഡർ എന്ന രീതിയിൽ എനിക്ക് നിങ്ങളോട് അതാണ് പറയാനുള്ളത്. ഇത് നമുക്ക് കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ മിസ് തന്നെ ആയിരിക്കും. എല്ലാവർക്കും ലഡാക്ക് വരണമെന്ന് ആഗ്രഹമുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനത്തെ കമന്റുകളാണ് എനിക്ക് കിട്ടാറുള്ളത്. നിങ്ങളുടെ കമന്റുകളാണ് എനിക്ക് ഏറ്റവും വലിയ പ്രചോദനവും. അപ്പോൾ നിങ്ങളുടെ താല്പര്യം ലഡാക്ക് കാണാനാണോ ലഡാക്ക് ഫീൽ ചെയ്യാനാണോ എന്ന് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. 270 കിലോമീറ്റർ 5 മണിക്കൂർ കൊണ്ട് കവർ ചെയ്യുമെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. ഞങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഗൈസ്, എത്ര ദിവസം എടുത്തിട്ടാണ് ലേ എന്നൊന്ന് ഹാൻഡിൽ എത്തിപ്പെട്ടത്. പക്ഷെ സത്യം പറയാലോ, പുള്ളിക്കാരൻ ഏകദേശം 5 മണിക്കൂർ കൊണ്ട് തന്നെ ലേ എത്തിച്ചു കേട്ടോ. ഹാൻലേ മുതൽ ലേ വരെയുള്ള റൈഡിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഒരേ ഒരു കാര്യമായിരുന്നു, നമ്മുടെ മുന്നോട്ടുള്ള റൈഡിംഗ് പ്ലാനിനെ പറ്റി. റൈഡിംഗ് പ്ലാൻ വീണ്ടും ചേഞ്ച് ആയതുകൊണ്ട് ദിവസങ്ങൾ ഇനിയും കൂടുമെന്നുള്ള കാര്യത്തിൽ തീരുമാനമായി. എൻ്റെ കമ്പനി തന്നിരിക്കുന്ന ലീവ് ഇനി തീരാൻ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ.
അപ്പോൾ കമ്പനിയെ കൺവിൻസ് ചെയ്യുക, ലീവ് എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ള ഒരൊറ്റ മാർഗം മാത്രമേ എൻ്റെ മുന്നിൽ ഇപ്പോൾ കാണുന്നുള്ളൂ. നമ്മുടെ വണ്ടികളുമായി പോകുന്ന പിക്കപ്പ് വാനത്തെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. വണ്ടികളുടെ മുകളിലാണ് നമ്മുടെ ഹുഹൂബി ഇരിക്കുന്നത്. അവിടെ നിന്ന് ഇതുവരെ ആ ചെക്കൻ അങ്ങനെ തന്നെ അനങ്ങാതെ ഇരുന്നിരിക്കുന്നു. ഈ തണുപ്പൊന്നും ഇവന് ബാധകമല്ലേ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. ഇർഫാനും രാഹുലും വണ്ടിക്ക് അകത്തിരിപ്പുണ്ട്. സഞ്ജയ് എൻ്റെ കൂടെ റൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനകത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മികില കയറിയതിന് ശേഷം നമ്മുടെ ഇർഫാന് ബോഡി അത്ര കോപ്പറേറ്റീവ് അല്ല. ലൈക്ക് സിക്നസ് ഉണ്ട്. വണ്ടി കുറച്ച് ലേ എത്തുന്നതിന് കുറച്ച് മുന്നായിട്ട് അവന് വോമിറ്റിങ് കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാത്തത് കൊണ്ടാണോ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ആണോ എന്നോ അറിയില്ല. മലനിരകളെല്ലാം മഞ്ഞ് മൂടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സോ തണുപ്പും അതിന്റെ അനുസരിച്ചുണ്ടായിരുന്നു. പയ്യന് തണുപ്പ് അത്ര ചേരുന്നില്ലായിരുന്നു. അപ്പോൾ അവൻ കുറച്ച് വൊമിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്തു. എന്തായാലും അതിലൊരു ഗുണമുണ്ടായി. എനിക്ക് നമ്മുടെ സിന്ധു നദിയിൽ നിന്ന് കുറച്ച് വെള്ളം കയ്യിലാക്കാനുള്ള ഒരു അവസരമായിട്ട് ഞാൻ അതിനെ വിനിയോഗിച്ചിട്ടുണ്ട്. പറയല്ലോ ഗൈസ്, നല്ല തണുപ്പുണ്ടായിരുന്നു. അതിലൊക്കെ ഇറങ്ങി കുളിക്കുക എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് നമുക്ക് അറിയാത്ത സ്ഥലങ്ങളാണ്, വെള്ളത്തിൽ ഇറങ്ങരുത് എന്നുള്ള ബേസിക് പാഠമാണ്. പക്ഷെ തണുപ്പ് അതിനേക്കാളും ഉണ്ടായിരുന്നു. അതിനുശേഷം ഇർഫാൻ എൻ്റെ പിറകിലാണ് വന്ന് കയറിയിരുന്നത്. സോ ഇർഫാനെയും കൊണ്ടായിരുന്നു ബാക്കിയുള്ള റൈഡ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. ലേന്ന് ഹാൻലെ പോകുമ്പോൾ ഈ മലനിരകളൊന്നും മഞ്ഞ് മൂടിയിട്ടുണ്ടായിരുന്നില്ല. തിരിച്ചു വരുമ്പോൾ ഇതെല്ലാം മഞ്ഞ് മൂടാൻ തുടങ്ങിയിരിക്കുന്നു. ഓൾമോസ്റ്റ് മൂടിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഗൈസ്, നിങ്ങളുടെ ലഡാക്ക് ട്രിപ്പ് എന്നാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുതേ. എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യണം, എന്നാണ് നിങ്ങൾ പ്ലാൻ ചെയ്യണേന്ന്. നടക്കുമോ നടക്കില്ലേ എന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം. എന്നാലും നിങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്ന സമയം അല്ലെങ്കിൽ എപ്പോഴാണ് നിങ്ങൾക്ക് താല്പര്യമെന്ന് നിങ്ങൾ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യൂ. കൂടാതെ തന്നെ നമുക്ക് ലേ എത്തിയതിനു ശേഷം എന്തെങ്കിലും പ്ലാൻ ചെയ്യാനുണ്ടെങ്കിൽ, എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമന്റ് ചെയ്യാം. നിങ്ങളുടെ കമന്റ് ആണ് എനിക്ക് ഏറ്റവും വലിയ പ്രചോദനം. കമന്റുകൾ കൂടുന്തോറും യാത്രകളുടെ നീളവും കൂടും. നമ്മൾ വീഡിയോ ഇടാൻ തുടങ്ങിയ തുടക്കത്തിൽ കുറേ പേര് എനിക്ക് കുറേ ടിപ്സുകൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സോ ഞാനത് ഓരോന്നായിട്ട് വീഡിയോകളിൽ ഇംപ്ലിമെന്റ് ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ ഇപ്പൊ എന്താണെന്നറിയില്ല, നമുക്ക് വീഡിയോയ്ക്ക് മാത്രം കമന്റ് കിട്ടുന്നുള്ളൂ. അങ്ങനത്തെ ടിപ്സുകളൊന്നും ആരും ഒന്നും പറഞ്ഞു തരുന്നില്ല. ഞാൻ ഇപ്പോഴും ചെറിയൊരു യൂട്യൂബർ തന്നെയാണ്. ഇനിയും പയറ്റി തെളിയാൻ ഒരുപാടുണ്ട്. സോ നിങ്ങൾക്ക് തോന്നുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവായി തോന്നുന്ന ഓരോ കമന്റുകളും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ തരുന്ന ടിപ്സ് എനിക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തു പറയാനുള്ള കാരണം ആ ഒരു ടിപ്സ് എന്നെ ഇപ്പോൾ ഞാനും കമ്പയർ ചെയ്തു. ആദ്യത്തെ വീഡിയോ മുതൽ ഇപ്പോഴത്തെ വീഡിയോ വരെ ഞാൻ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ വളരെ വളരെ ഡിഫറൻസ് വന്നു. അതിനുള്ള കാരണമൊക്കെ നിങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വീണ്ടും അങ്ങനെയുള്ളൊരു ഓരോ ടിപ്സ് കാര്യങ്ങളെല്ലാം കമന്റ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഏകദേശം ലേ എത്താറായിട്ടുണ്ട്. നമ്മൾ പോകുമ്പോൾ മഞ്ഞ നിറത്തിൽ ഭംഗിയോടെ നിന്നിരുന്ന മരങ്ങളെല്ലാം ഇല പൊഴിഞ്ഞ് വെറും ചില്ലകളായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ എനിക്ക് ഒന്നാണ് ഓർമ്മ വന്ന്, റൈഡേഴ്സ് വിന്റർ ഈസ് ഹിയർ. എനിക്ക് ഈ മരങ്ങളുടെ ഇടയിൽ കൂടെ പോകുമ്പോൾ എനിക്ക് ഹോളിവുഡിലെ ഏതൊക്കെയോ ഫിലിമാണ് ഓർമ്മ വരുന്നത് കേട്ടോ. അപ്പോൾ ഗായ്സ്, നമ്മൾ തിരിച്ച് വീണ്ടും ലേ എത്തിയിരിക്കുകയാണ്. ലേ എത്തിയിട്ടുള്ള അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ഹൂബിന്റെ വണ്ടി ഒന്ന് വർക്ക്ഷോപ്പിൽ കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് കാണിക്കണം. ബാക്കിയുള്ളവരുടെ വണ്ടി ഒന്ന് സെറ്റ് ചെയ്യണം. എസ്പെഷ്യലി നമ്മുടെ സോളോ ട്രിപ്പ് നമുക്ക് പ്ലാൻ ചെയ്യണം. എല്ലാം പ്ലാൻ ചെയ്ത് അടുത്തൊരു റൈഡുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.